മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥി സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തേക്ക് വരികയാണ്. രാത്രി ജനറൽ ആശുപത്രി പരിസരത്ത് നടന്ന സംഘർഷത്തിന്റെ ദൃശ്യങ്ങളാണ് പുറത്തേക്ക് വന്നത്. കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന ഡോക്ടറുടെ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ദൃശ്യങ്ങളിലേക്ക് നിങ്ങളെല്ലാവരും കാണണ്ട, നിങ്ങൾ എന്നോട് അടച്ചിട്ടല്ലേ അടച്ചേരേട്ടാ. രാഗിൻ ചേരുന്നുണ്ട്. രാഗിൻ, എത്രത്തോളം ആക്രമണ സ്ഥിതിയിലായിരുന്നു ഇന്നലത്തെ രാത്രി? ആശുപത്രിക്ക് മുന്നിലും സംഘർഷമുണ്ടായി. എന്തൊക്കെയാണ് ഇപ്പോൾ ദൃശ്യങ്ങളിലൂടെ പുറത്തേക്ക് വരുന്നത്? രണ്ട് സ്ഥലത്ത് പ്രധാനമായിട്ടും സംഘർഷമുണ്ടായി. ഒന്ന് കോളേജ് ക്യാമ്പസിനകത്ത് സംഘർഷമുണ്ടായി. അവിടെയാണ് SFI യൂണിറ്റ് സെക്രട്ടറിക്ക് കുത്തേറ്റത്. അതിന്റെ കൊണ്ടുപോകുന്നതിന്, ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിന് ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അതിനുശേഷം ഈ കോളേജ് വിട്ട് ജനറൽ ആശുപത്രി പരിസരത്തും സംഘർഷമുണ്ടായി. അവിടെ പരസ്പരം വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന സ്ഥിതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോയി. അതിനുശേഷം ഡോക്ടറുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്ന് ചൂണ്ടിക്കാണിച്ച് ഡോക്ടർ പരാതി നൽകി. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്തായാലും തുടർച്ചയായിട്ടുള്ള വിദ്യാർത്ഥി സംഘർഷങ്ങൾ ഉണ്ടാകുകയാണ് മഹാരാജാസിൽ. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കോളേജ് കൗൺസിൽ യോഗം കൂടി ഇപ്പോൾ കോളേജും ഹോസ്റ്റലും അനിശ്ചിതകാലമായി അടയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. 4ഓളം കേസുകൾ ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് SFI പ്രവർത്തകർക്കെതിരെ കേസുണ്ട്, അതോടൊപ്പം തന്നെ ഫ്രട്ടേണിറ്റി പ്രവർത്തകർക്കെതിരെ കേസുണ്ട്, KSU പ്രവർത്തകർക്കെതിരെയും കേസുണ്ടെന്നാണ് പരസ്പരം പരാതികൾ പലരും നൽകിയിട്ടുണ്ട്. SFIയുടെ യൂണിറ്റ് സെക്രട്ടറി കുത്തിയ സംഭവത്തിൽ വധശ്രമത്തിനാണ് കേസ്. അതോടൊപ്പം തന്നെ ഫ്രട്ടേണിറ്റിയുടെ പ്രവർത്തകനും KSUവിന്റെ പ്രവർത്തകനും പരിക്കേറ്റിട്ടുണ്ട്. പ്രവർത്തകന്റെ നില, ആരോഗ്യനില എങ്ങനെയുണ്ട്? കാരണം അതിൽ എല്ലാവരെയും ആക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ പോലീസിന്? എത്രത്തോളം ആളുകൾ ആ സംഭവത്തിൽ ഉൾപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്? SFIയുടെ യൂണിറ്റ് സെക്രട്ടറിക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ 12ഓളം പേർ പ്രതികളാണെന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ അതിൽ പലരും ആരൊക്കെ ഉണ്ട് എന്ന് സംബന്ധിച്ച റോൾ വെരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. 2ഓളം പേരെ ഇതിനോടകം കസ്റ്റഡിയിൽ എടുത്തിരുന്നു. അവരെ അടക്കം ചോദിക്കുകയാണ്. മാത്രമല്ല, ഇതിൽ കസ്റ്റഡിയിൽ എടുക്കുന്ന അല്ലെങ്കിൽ അവർക്ക് പലർക്കും പരിക്കുണ്ട്. അതായത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിച്ചതിന്റെ ഭാഗമായിട്ടുള്ള പരിക്കുകൾ ഇരു കൂട്ടർക്കുമുണ്ട്. ഒരു കേസിൽ പ്രതിയായി വരുന്നവർക്ക് തന്നെ പരിക്കുള്ള സ്ഥിതിയാണുള്ളത്. അതുകൊണ്ട് ഈ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കുറച്ചും കൂടി കഴിയും. എന്തായാലും കോളേജിലെ വിദ്യാർത്ഥികൾ തന്നെയാണ് പ്രധാനമായും ഈ കേസിലൊക്കെ പ്രതികളായി വരിക. എല്ലാ വശങ്ങളും പോലീസ് അന്വേഷിക്കുകയാണ്. 4ഓളം കേസുകൾ ഇതിനോടകം തന്നെ എടുത്തിട്ടുണ്ട്. എന്തായാലും കോളേജും ഹോസ്റ്റലും ഇപ്പോൾ അനിശ്ചിതകാലമായി അടയ്ക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ശരി, രാഗിനാണ് വിവരങ്ങൾ നൽകി. ഇന്നലെ സംഘർഷത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. ആശുപത്രിക്ക് മുന്നിലെ സംഘർഷത്തിന്റെ ദൃശ്യങ്ങളാണ്. SFI പ്രവർത്തകനെ കുത്തിപ്പരിക്കേൽപ്പിച്ച് KSU ഫ്രട്ടേണിറ്റി പ്രവർത്തകർ.